ഡിപ്രഷൻ ഉള്ളവർക്കേ കൂടുതൽ വിഷമം വരും. നമുക്ക് വിഷമം മാത്രമല്ല, നെഗറ്റീവ് ഇമോഷൻസ്. വിഷമവും ആദ്യം ചിലപ്പം ദേഷ്യമൊക്കെ ആയിരിക്കും വരുന്നത്. ഒറ്റപ്പെടല്, നമുക്കൊരു വിലയില്ല എന്നുള്ള തോന്നല്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. ഈ നെഗറ്റീവ് ഇമോഷൻസ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺഫ്യൂസ്ഡ് ആയി ആങ്സൈറ്റി കൂടുമ്പോൾ മനസ്സൊരു തീരുമാനത്തിലെത്തും. നമ്മളെന്തോ അപകടത്തിൽപ്പെട്ടേക്കുവാണ്, ഒളിച്ചിരിക്കണം, മറിഞ്ഞിരിക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ ആ മറിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് എനർജി ഏറ്റവും സേവ് ചെയ്യുന്ന വിധത്തിലായിരിക്കും പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്. ലോ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമം എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓടി ഒളിക്കുക, അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല, കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടിട്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് പോകും? മറിഞ്ഞിരിക്കാനായിട്ട്. ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും. മറ്റാരുടെ സംസാരിക്കാതെ മാറിയിരിക്കുക. ഓരോരോ ട്രിഗറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ നമ്മളെ വിളിക്കുന്നു, പുറത്തു കൊണ്ടുപോകാനായിട്ട് നോക്കുന്നു, ചികിത്സിക്കാനായിട്ട് വിളിച്ചോണ്ട് പോകുന്നു, അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ഒരുപാട് പേരെ കാണുന്നു. അങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ മൈൻഡ് എന്ന് പറയുന്നത് ഫില്ലായിക്കൊണ്ടിരിക്കും, കൂടുതൽ ജാം ആയിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് ചിലർക്ക് ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു തോന്നലിലോട്ടൊക്കെ പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ.